സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങളുടെ നേർചിത്രവുമായി മണിവാച്ചിലേക്ക് സ്വാഗതം. കൊച്ചി സ്റ്റാർട്ടപ്പ് വില്ലേജിലെ 5 യുവാക്കളെ സിലിക്കൺ വാലി സന്ദർശിക്കുവാനായി സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തു. സാങ്കേതികവിദ്യയിൽ അടിസ്ഥാനമായ വൻകിട സ്ഥാപനങ്ങളുടെ ആസ്ഥാനമാണ് സിലിക്കൺ വാലി. ലോകത്തിന്റെ മാറ്റങ്ങളുടെ ഗതിവേഗം നമ്മളുടെ യുവാക്കൾക്ക് പകർന്നു നൽകി അവർക്ക് പ്രചോദനമാകാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. അരവിന്ദ് സഞ്ജീവ് എറണാകുളം കടവന്തറ സ്വദേശി, ബിടെക് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിരുദധാരി. നിതിൻ ജോർജ് ചാരുവിള കോഴിക്കോട് സ്വദേശി, ബിടെക് ബിരുദധാരി. വയനാട് സ്വദേശി ജിബിൻ ജോസ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസിൽ 4ാം വർഷ വിദ്യാർത്ഥി. ആകാശ് മാത്യു ആലുവ സ്വദേശി, ബിടെക് ബിരുദധാരി. പാലക്കാട് സ്വദേശി വിജിത് പത്മനാഭൻ, ബിടെക് ബിരുദധാരി. കൊച്ചി സ്റ്റാർട്ടപ്പ് വില്ലേജിലെ ഈ 5 ചെറുപ്പക്കാരെയാണ് കാലിഫോർണിയയിലെ സിലിക്കൺ വാലിയിലേക്ക് കൊണ്ടുപോകുവാൻ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ നവീന ആശയങ്ങൾ അവതരിപ്പിച്ച ഈ 5 പേർ സാങ്കേതികവിദ്യയുടെ ലോക ആസ്ഥാനത്തേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പിലാണ്. യുവ സംരംഭകരിലാണ് ഇനി കേരളത്തിന്റെ ഭാവിയെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇവർക്ക് പിന്തുണയും പ്രചോദനവും നൽകാനാണ് സംസ്ഥാന സർക്കാർ ഇവരെ സിലിക്കൺ വാലിക്ക് അയക്കുന്നത്. സിലിക്കൺ വാലിയിലെ ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പ് കമ്പനികളെ പരിചയപ്പെടുവാനും അവരുടെ വളർച്ചയുടെ വഴികൾ കണ്ടറിയുവാനും ഈ യാത്ര നമ്മുടെ യുവാക്കളെ സഹായിക്കും. അവിടെ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങളും ആശയങ്ങളും സ്വന്തം നാടിനുവേണ്ടി പ്രയോജനപ്പെടുത്തുവാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. സംസ്ഥാന സർക്കാരിന് പുറമെ സിലിക്കൺ വാലിയിലെ നിക്ഷേപക ആശാ ജഡേജ, KSIDC, ടെക്നോ പാർക്ക്, വോഡാഫോൺ, ഇന്റൽ, ആമസോൺ വെബ് സർവീസസ് തുടങ്ങിയവരാണ് ഈ പദ്ധതിയിലെ പങ്കാളികൾ. പ്രമുഖ സാങ്കേതിക സംരംഭകരുമായി കൂടിക്കാഴ്ചയ്ക്കും ആശയവിനിമയത്തിനും ഇതിലൂടെ അവസരമൊരുക്കുന്നുണ്ട്. ചെറുകിട സംരംഭങ്ങളെ ആഗോളതലത്തിലെത്തിക്കുവാനുള്ള ഉപദേശങ്ങൾ തേടുവാനും ഈ അവസരം പ്രയോജനപ്പെടും. CIED ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകനും സിഇഒയുമാണ് സിലിക്കൺ വാലി യാത്രയിലെ ഒരംഗമായ ആകാശ് മാത്യു. എറണാകുളം രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് വിദ്യാർത്ഥിയായിരിക്കെയാണ് കമ്പനി തുടങ്ങിയത്. ഫേസ്ബുക്കിൽ ഉപയോഗിക്കാവുന്ന ആപ്പ് ക്രഷ് ആയിരുന്നു ആദ്യമായി വികസിപ്പിച്ചെടുത്തത്. കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രോജക്റ്റുകൾ ചെയ്യുവാൻ സഹായിക്കുന്ന മറ്റൊരു സോഫ്റ്റ്വെയറും ആകാശിന്റേതായുണ്ട്. കോളേജിൽ പഠിക്കുന്ന എല്ലാ പിള്ളേരും പ്രോജക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ സ്കൂളിൽ പഠിക്കുന്നവരും ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങള് ഫസ്റ്റ് ഇയർ ആയിരുന്നപ്പോൾ ചെയ്ത പ്രോജക്ട്സ് ഇറ്റ് വാസ് ലൈക്ക് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ചെയ്യുന്ന അതുപോലത്തെ പ്രോജക്ട്സ് ആയിരുന്നു. അപ്പം നമ്മൾ നോക്കുമ്പം ഈ NGOs ഉണ്ടാവല്ലോ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, ഈ കുറെ അപ്പം ഇതുപോലത്തെ ഉള്ള സ്ഥലങ്ങൾക്ക് ടെക്നോളജിക്കലി കുറെ നീഡ്സ് ഉണ്ട്. ചില മെഡിക്കൽ സെന്റേഴ്സ്, അങ്ങനെ പാലിയേറ്റീവ് കെയർ സെന്റേഴ്സ്. അപ്പം അവരുടെയൊക്കെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ സ്റ്റുഡൻസ് ക്യാൻ ഡൂ. അപ്പം സ്റ്റുഡൻസ് കോളേജിലും സ്കൂളിലും ചെയ്യുന്ന പ്രോജക്ട്സ് ഇതുപോലത്തെ ഓർഗനൈസേഷൻസിന് വേണ്ടി ചെയ്യുവാണെങ്കിൽ ദി ഓർഗനൈസേഷൻ ഗെറ്റ് ഇറ്റ് ഡൺ അറ്റ് വെരി ലോവർ കോസ്റ്റ് ആൻഡ് വെരി ഇന്നോവേറ്റീവ് വേ. അപ്പം സോ അവർ ഡ്രീം ഇസ് ടു ബ്രിങ് ഓൾ ദീസ് സ്റ്റുഡൻസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് പ്രോജക്ട്സ് ടു വൺ പ്ലാറ്റ്ഫോം. ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻസിൽ ബിടെക് നേടിയ അരവിന്ദ് സഞ്ജീവ് ARS ഡിവൈസസിന്റെ സ്ഥാപകനാണ്. കഴിഞ്ഞ വർഷം ബംഗളൂരുവിൽ യാഹു ആക്സെഞ്ചർ നടത്തിയ യുവ നിക്ഷേപക സംഗമത്തിൽ മോസ്റ്റ് പ്രോമിസിംഗ് ഇന്നോവേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടു. താക്കോലില്ലാതെ ഒരു വാഹനത്തിലെ എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അരവിന്ദന്റെ കണ്ടുപിടുത്തം. ഇപ്പോൾ ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു യൂസറിന്റെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്, അതുകൂടാണ്ട് യൂസർ വീടിന്റെ കീ, കാറിന്റെ കീ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കയ്യിൽ കൊണ്ടുപോയി നടക്കുന്നുണ്ട്. അപ്പോൾ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇപ്പോൾ യൂസറിന് കയ്യിൽ ഒരു ഫോൺ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ പിന്നെ അത് കൂടാണ്ട് ഈ ഫിസിക്കൽ ഓബ്ജക്ട്സ് കയ്യിൽ എന്തിനു ക്യാരി ചെയ്യണം? ഈ ഫോൺ വെച്ച് തന്നെ എല്ലാം ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ബേസിക്കലി നമുക്ക് കാറിന്റെ അടുത്ത് വരുമ്പോൾ ഈ ഫോൺ വെച്ച് തന്നെ നമുക്ക് അൺലോക്ക് ചെയ്തിട്ട് കാറിന്റെ അകത്ത് കയറിയിരിക്കാം, നമുക്ക് എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് എയർ കണ്ടീഷനിങ് ഓൺ ചെയ്തിടാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിന്റെ യൂസ് കേസ് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു നമ്മൾ കാറ് സാധാരണ എവിടെയെങ്കിലും വെയിലത്തെ അടിയിൽ പാർക്ക് ചെയ്തിട്ടിട്ട് അല്ലെങ്കിൽ മീറ്റിങ്ങിനോ വല്ലതും പോവാണെങ്കിൽ യൂസറിന് കാറിൽ വരുന്നതിന് മുമ്പ് തന്നെ സ്മാർട്ട് ഫോണിന് എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എയർ കണ്ടീഷനിങ് ഓൺ ചെയ്തിടാൻ പറ്റും. അതുകൂടാണ്ട് ഇപ്പോൾ നമ്മുടെ കാറിന്റെ കീ കളഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ഫോണിൽ തന്നെ ലോക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആരെങ്കിലും ഷോപ്പിങ്ങിന് വല്ലതും പോയി പുള്ളിന്റെ കയ്യിലാണ് കാറിന്റെ കീ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ കീന്റെ ആവശ്യമില്ലാതെ
അൺലോക്ക് ചെയ്തിട്ട് കയറിയിരിക്കാം, AC ഓൺ ചെയ്തിടാം എന്നീ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ബേസിക്കലി ഇത് ആവശ്യമുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്ന അനുസരിച്ചാണ് ഞാനിപ്പോൾ ഇത് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ തന്നെ കുറച്ച് പ്രോഡക്ട്സ് ഞാൻ ഇവിടുത്തെ ഏരിയയിൽ സെൽ ഔട്ട് ചെയ്തിട്ടുണ്ട്. ജിബിൻ ജോസ് വികസിപ്പിച്ചെടുത്തത് ഇ-കൊമേഴ്സ് ആപ്പാണ്. ഒരു കടയുടമയ്ക്ക് അയാളുടെ കടയിലെ സാധനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും ഓഫറുകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കുവാൻ ഇത് സഹായിക്കും. ഉപഭോക്താവിനാകട്ടെ അയാളുടെ നഗരത്തിലെ കടകളെക്കുറിച്ചുള്ള വിവരങ്ങളും മൊബൈലിൽ ലഭ്യമാകും. എഞ്ചിനീയറിംഗ് പഠനത്തോടൊപ്പമാണ് ജിബിൻ തന്റെ ഗവേഷണങ്ങൾ തുടരുന്നത്. എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദി സ്റ്റഡീസ് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് സ്റ്റാർട്ടപ്പ് വില്ലേജിനെ കുറിച്ച് അറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നില്ല സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉണ്ടായിരുന്നു. സോ തേർഡ് ഇയറിലായിരുന്ന സമയത്ത് ഐ ഗോട്ട് എ ചാൻസ് ടു വിസിറ്റ് സ്റ്റാർട്ടപ്പ് വില്ലേജ്. അപ്പോൾ ഒരു ഇവന്റിന്റെ പാർട്ടായിട്ട്. സോ ഇവിടുത്തെ ഒരു എൻവയോൺമെന്റ് വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു അന്ന് ഇവിടെ വന്ന സമയത്ത് സ്റ്റാർട്ടപ്പ് വില്ലേജിൽ. അപ്പോൾ അതിനുശേഷം സ്റ്റാർട്ടപ്പ് വില്ലേജിൽ കുറച്ച് ഇവന്റ്സിന് കുറച്ച് പ്രൈസൊക്കെ ഹാക്കത്തോൺസ് കണ്ടക്ട് ചെയ്തു. അതിനകത്ത് വിന്നേഴ്സ് ആവാൻ പറ്റി. അതുപോലെ ബ്ലാക്ക്ബെറി ജാം ഹാക്കിന് വിന്നർ ആവാൻ പറ്റി. സോ അതൊരു നല്ലൊരു സ്റ്റാർട്ടായിരുന്നു. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഇവിടെ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും നല്ലൊരു സ്റ്റാർട്ടായിട്ട് വന്നു. സോ ആഫ്റ്റർ ദാറ്റ് ഒരു ടീം ഫോം ചെയ്ത് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു. സോ വി തോട്ട് വേറെ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഫീൽ ചെയ്തു. അങ്ങനെയാണ് ആക്ച്വലി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പുതിയ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് വന്നിരിക്കുന്ന 20% അറ്റൻഡൻസ് ആൻഡ് 5% മാർക്ക് എന്നൊരു പോളിസി വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. ഡോളോജോ ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ സഹസ്ഥാപകനാണ് വിജിത് പത്മനാഭൻ. എറണാകുളം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് ബിരുദം നേടിയത്. പഠിക്കുമ്പോൾ തന്നെ സംരംഭകനായി രംഗപ്രവേശം ചെയ്തു. ഗൂഗിളിനേക്കാൾ കാര്യക്ഷമമായ സെർച്ച് എഞ്ചിനാണ് വിജിത്തിന്റെ പുതിയ കണ്ടുപിടുത്തം. ഞാൻ സ്ട്രേഞ്ചസ് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. എന്താണ് സ്ട്രേഞ്ച്, എന്താണ് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാത്തത്, ആ എക്സ്പെരിമെന്റ് ചെയ്യുക. അതായത് അത് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ആഴ്ചയും ഇതുവരെ ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകും. ചുമ്മാ ബൈക്കെടുത്തൊക്കെ കിടക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് എക്സ്പെരിമെന്റേഷൻ വിത്ത് മൈ ഓൺ ലൈഫ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനൊരു ഈ ഒരു മേഖലയിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് പല കാര്യങ്ങൾക്കും എക്സ്പോഷറും വരും, പല കാര്യങ്ങളും എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനും പറ്റും. ബേസിക്കലി കുറേ പേര് മീറ്റ് ചെയ്യാൻ പറ്റും, കുറേ സ്ഥലത്ത് പോകാൻ പറ്റും, പുതിയ ബിസിനസ് വെഞ്ചേഴ്സ് തുടങ്ങാൻ പറ്റും. സോ അങ്ങനെ കൂടുതൽ ലൈഫ് കൊണ്ട് എക്സ്പെരിമെന്റ് ചെയ്യാം എന്നൊരു പോയിന്റ് ഓഫ് തോട്ടിലാണ് ഇങ്ങോട്ട് വരിക എന്നൊരു തീരുമാനമെടുത്തത്. അതുകൂടാണ്ട് എനിക്ക് എൻ്റെ ഐഡിയാസ് എക്സ്പെരിമെന്റ് ചെയ്യാൻ വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഐഡിയാസ് കൊള്ളാം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമുക്കൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. കോട്ടയത്തെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ബിടെക് നേടിയ നിതിൻ ജോർജ് ചാരുവിള ക്യൂപ്ലേ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിന്റെ സഹസ്ഥാപകനാണ്. 2012 ബ്ലാക്ക്ബെറി ജാം ഇന്ത്യ അവാർഡ് നേടിയതോടെയാണ് നിതിന്റെ സ്ഥാപനം ശ്രദ്ധിക്കപ്പെട്ടത്. കാമ്പസുകളിൽ നിന്നുള്ള 5 മികച്ച സംരംഭങ്ങളിൽ ഒന്നായി ഇൻഫോസിസ് സ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണൻ ഉൾപ്പെട്ട സമിതി ക്യൂപ്ലേയെ തെരഞ്ഞെടുത്തിരുന്നു. സാധാരണ LED, LCD ടെലിവിഷൻ സെറ്റുകളെ സ്മാർട്ട് TV ആക്കി മാറ്റുന്ന സോഫ്റ്റ്വെയറാണ് നിതിൻ വികസിപ്പിച്ചത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ടിവിയും 10,000 രൂപയ്ക്കുള്ളിൽ നമുക്കൊരു നോർമൽ ടിവിയെ നമുക്ക് സ്മാർട്ട് TV ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ സ്മാർട്ട് ടിവിയേക്കാൾ കൂടുതൽ പോസിബിലിറ്റി നമുക്ക് ഈ ഒരു ക്യൂപ്ലേ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വെച്ച് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് 2 കാര്യമാണ് നമുക്ക് ഇതിനകത്ത് പോസിബിൾ ആയിട്ടുള്ളത്. ഒരു നോർമൽ TV, നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന TV തന്നെ ഒരു പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യാണ്ട് നമുക്ക് ഇതൊരു സ്മാർട്ട് TV ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം 10,000 രൂപയ്ക്ക്. അതേസമയം സാധാരണ യൂസേഴ്സ് കൊടുക്കുന്ന 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.25 ലക്ഷം രൂപ പ്രീമിയം നമുക്ക് അവിടെ ഒഴിവാക്കി അത് വെറും 10,000 രൂപയിലേക്ക് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. കേരളത്തിന്റെ പ്രതീക്ഷയാണ് ഈ 5 യുവ സംരംഭകർ. ഇവരുടെ നേട്ടങ്ങളിലൂടെ നമ്മുടെ യുവമനസ്സുകളിലെ സംരംഭകത്വ മികവ് ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇവർക്ക് സർക്കാർ നൽകുന്ന സഹായം കൂടുതൽ യുവാക്കൾക്ക് ഈ വഴിയിലേക്കെത്തുവാൻ പ്രചോദനമാകുന്നു. ഈ യുവാക്കളിലൂടെ കേരളം ഭാവിയിലേക്ക് പറന്നുയരുകയാണ്. ബിസിനസ് ഡെസ്ക്, ജയ്ഹിന്ദ് ന്യൂസ്. TVS